Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, all of you. ആരാണ് പ്രയർ ചെയ്യുന്നത്? പ്രയർ ആരാണ്? Thought of the day. Good evening, Miss. Good evening. Good evening, Miss. Good evening. Good evening, ma'am. Good evening. ആരാ പ്രയർ ചെയ്യാം? Ma'am, ഞാൻ ചെയ്യാം. ചെയ്യാം. പാടുമല്ല പ്രയറായിട്ട് പറയട്ടോ. എന്താണ്? പാടുമല്ലാതെ പ്രയറായിട്ട് പറയട്ടോ. ആ, പാട്ട് പാടുക പ്രയറായിട്ട്. okay. ഓക്കെ. Okay. Good evening, respected ma'am and all the classmates. Prayer at the I am Jolie from Chennai. Prayer at the commencement of night session. Father, we thank you for the night and for the pleasant night light, for rest and food and loving care and all that makes the days of fair. Oh God, help us do our study well and our career well, and in all we do at work to grow more loving every day. I mean, thank you, ma'am, and thank you so much. Okay. Thought of the day. ആരെങ്കിലും ഉണ്ടോ? Today, ma'am, thought of the day. തമന്ന സിം. Yes, ma'am.
Okay. Good evening, ma'am, and good evening, my dear friends. Thought of the day. The goal of education is the advancement of knowledge and the dissemination of truth. Taught by John F. Kennedy. Thank you, ma'am. ഓക്കെ, ഇനി ഒന്നുമില്ലല്ലോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എന്തെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല. ഒരാള് തന്നെ തോട്ട് പറയണമെന്നില്ല കേട്ടോ, 2-3 പേർക്ക് പറയാം. ആർക്കെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. രേഷ്മ. Good evening, ma'am. Ah. I am Reshma from Trivandrum. A winner is a dreamer who never gives up. Nelson Mandela. വേറൊരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. Yes, ma'am. ഉമ്മു പറയട്ടെ, ma'am? ഹബീബ. Yes, Habiba. Good evening, all. I am Habiba from Thrissur. Never give up. Today is hard. Tomorrow will be worse. But the day after tomorrow will be sunshine. Thank you. 3 പേരുടെ തോട്ട് നമ്മൾ കേട്ടിട്ടോ അല്ലേ? ഇതൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കാട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തോട്ടൊക്കെ കേൾക്കുന്നത്. ഒരു ചെവി കൂടി കേട്ട് മറ്റു ചെവി കൂടി കളയാനല്ല കേട്ടോ. ഓക്കെ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നോ നിങ്ങള്? അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്കൊരു സെമിനാർ കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഞാൻ പേര് പറയാം, ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. സെമിനാർസ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടില്ലേ? കോളേജിലും സ്കൂളിലും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്, മാം. ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില ടോപ്പിക്കുകൾ തരും ഞാൻ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ PDF-ലുള്ള ടോപ്പിക് തന്നെയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെമിനാർ പ്രസന്റ് ചെയ്യണം. ക്ലാസ് എടുക്കുമെന്നല്ലേ ഉദ്ദേശിക്കുന്നേ? ഒരു ക്ലാസ് എടുക്കുമെന്നല്ലേ സെമിനാർ ഉദ്ദേശിക്കുന്നേ? അതെ, ക്ലാസ് എടുക്കുക. ക്ലാസ് നിങ്ങളാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ഞാൻ പറയില്ല. ഞാൻ ഇപ്പോ ടീച്ചേഴ്സ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും, അതായത് ഈ ക്ലാസ് റൂമിലുള്ള മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് പ്രസന്റ് ചെയ്യണം. ഞാൻ പിന്നെ അത് പറഞ്ഞു തരില്ല, നിങ്ങളാണ് ആ ക്ലാസ് എടുക്കേണ്ട റോള് നിങ്ങൾക്കാണ് ഉള്ളത് കേട്ടോ. ടോപ്പിക് ഞാൻ തരാം. ക്ലിയർ ആയല്ലോ? ടോപ്പിക് ടീച്ചർ തരുമായിരിക്കും അല്ലേ? ടോപ്പിക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിക്കുന്ന നമ്മുടെ PDF-ലുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കത് കവർ ചെയ്ത് പോകും. നിങ്ങളത് കൂടുതലായിട്ട് നിങ്ങൾക്കത് പഠിക്കും. ഈ ഒരു സെമിനാർ നിങ്ങൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തരും കേട്ടോ. ഇന്ന ആളുകൾക്കൊന്നും ഇല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ തരും. അപ്പൊ നമ്മൾ ഒറ്റ പ്രാവശ്യം പ്രസന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മള് ടോപ്പിക് നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ സെർച്ച് ചെയ്യാലോ അല്ലെ? കുറച്ചുകൂടി പോയിന്റ്സ് ബുക്കിലുള്ള മാത്രമാണോ? ടെസ്റ്റ് ബേസ് ആയിട്ടാണോ പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നേ? ക്വസ്റ്റ്യൻ സെമിനാർ നമ്മൾ എങ്ങനെയാ കണ്ടക്ട് ചെയ്യുക? സ്കൂളിലും കോളേജിലൊക്കെ നിങ്ങൾ എങ്ങനെയാ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? ടെസ്റ്റ് ബേസ് ചെയ്തായിട്ട് നമുക്ക് പഠിച്ചതിൽ നിന്ന് ക്ലാസ് എടുക്കാനായിട്ടാ പറയുന്നേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഒക്കെ ഉണ്ടാവില്ലേ? അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതേ രീതി തന്നെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയ കാര്യം, നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് അതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ. നേരത്തെ ക്വസ്റ്റ്യൻ തരും അല്ലേ? ക്വസ്റ്റ്യൻ അല്ല, ഞാൻ പറയും നിങ്ങളോട്. ഇപ്പൊ പറയും, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയും ഏതൊക്കെ ടോപ്പിക്കാണ് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്ത് വരിക. ഓക്കെ, നിങ്ങളാണ് ക്ലാസ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. I understand. The next one, discipline in school ആണ്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നോ? റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ റീഡ് ചെയ്തായിരുന്നോ? ഇല്ല മാം. ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഡിസിപ്ലിൻ ഇൻ സ്കൂളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ.
അത് രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് പാരഗ്രാഫ്സ് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് റീഡ് ചെയ്യുക. ഇപ്പൊ മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. മാം, റിയൽ ഡിസിപ്ലിൻ ഇംപ്ലൈസ് സെഡക്ഷൻ എന്നാണോ? അതെന്താ അത് പറയുന്നത്? റിയൽ ഡിസിപ്ലിൻ ഇംപ്ലൈസ് ഏത് ഇതിലാണ് വരുന്നത്? എത്രാമത്തെ ലൈൻ ആണത്? ഡിസിപ്ലിൻ ഇൻ സ്കൂളിൽ വന്നിട്ട് 1 2 3 4 ഫിഫ്ത്ത് ലൈനിൽ ദാറ്റ് ഈസ് നോട്ട് റിയൽ ഡിസിപ്ലിൻ കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള സെന്റൻസ് റിയൽ ഡിസിപ്ലിൻ ഇംപ്ലൈസ് സെഡക്ഷൻ എന്നാണോ കൊടുത്തിരിക്കുന്നത്? അത് റിഡക്ഷൻ അങ്ങനെ എന്താ പറയണേ? സെഡക്ഷൻ അല്ല കേട്ടോ അതിനകത്ത് വരിക, സെഡക്ഷൻ അല്ല എന്ന് തോന്നുന്നു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ, അതിനെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. റിഡക്ഷൻ എന്നാണ് സാധ്യത കൂടുതൽ വരികയെന്ന് തോന്നുന്നു കേട്ടോ. റിഡക്ഷൻ. റിഡക്ഷൻ എന്താ മാം? ആറാണോ റിഡക്ഷനോ? ആ, റിഡക്ഷൻ എന്നായിട്ടാണ് വരിക, റിഡക്ഷൻ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് തിരുത്തി പോവുക കേട്ടോ. നിങ്ങളുടെ കൺമുന്നിൽ എന്തെങ്കിലും പെടുവാണെങ്കിൽ, അതായത് തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പെടുവാണെങ്കിൽ അപ്പൊ തന്നെ അത് പറയാ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. മാം, സെഡക്ഷൻ എന്ന് പറയുന്നത് വശീകരണം എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയേ. ഒബ്സഷൻ എന്ന് പറയുന്നത് അഭിനിവേശം. അത് ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സെഡക്ഷൻ എന്ന് പറയുന്ന വശീകരണവും ഒബ്സഷൻ എന്ന് പറയുന്ന അഭിനിവേശവും തമ്മിൽ? സെഡ്യൂസ് അല്ലേ മാം വശീകരണം എന്ന് പറയാ? സെഡ്യൂസ് അല്ലേ? റെഡ്യൂസ്. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. സെഡക്ഷൻ മീനിങ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് വന്നത് വശീകരണം എന്ന് പറഞ്ഞിട്ടാ വന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നല്ലേ അർത്ഥം? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളത് അർത്ഥം. ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കുന്ന അഭിനിവേശം എന്നാണ്. അഭിനിവേശത്തിന്റെ എന്താ എനിക്ക് പറയാന്ന് എനിക്ക് അറിയില്ല. റിയൽ ഡിസിപ്ലിൻ ഇംപ്ലൈസ് സെഡക്ഷൻ, അതായത് റിയൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വശീകരണമാണ്, വൈൽ ഓർഡർ ഇംപ്ലൈസ് ഒബ്സഷൻ എന്നും. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അത് ആ ലൈൻ ഒന്ന് വിട്ട് കളയാ കേട്ടോ, അതൊന്നും ആവശ്യമില്ലാത്തതാണ്. ആ തെറ്റ് മനസ്സിലാവാൻ കഴിയാത്തത് അങ്ങോട്ട് വിട്ട് കളയാ. പറഞ്ഞുതരാം എന്താണ് ടോപ്പിക്കിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട.
വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. മാം ഇതില് വളരെ വളരെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇവഞ്ച്വലി സ്കൂൾ ഡിസിപ്ലിൻ ഷുഡ് മെൻഷൻ എന്നുള്ളതിന്റെ TION അല്ലേ വരിക? SION ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ വായിക്കാൻ പറയുമ്പോ? അല്ല മിസ്, ഞാൻ അത് എന്റെ കണ്ണിൽ പെട്ടപ്പോ ഞാൻ അത് നോക്കിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആ ഓക്കെ ഓക്കെ. കണ്ണിൽ പെടുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി പോവുക കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വായിച്ചു കഴിഞ്ഞോ? എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഈ ഡിസിപ്ലിൻ ഇൻ സ്കൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ളതാണ് സ്കൂളുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. നിങ്ങൾ ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ചെന്നാലും നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ അടുത്തും നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ 2 പോയിന്റ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫിയറിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, മീൻസ് ഭയത്തെ ബേസ് ചെയ്തുകൊണ്ടാവരുത് ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഒരാള് ഡിസിപ്ലിൻ, അതായത് നമ്മളൊരു കുട്ടിയോട് ഒരു കാര്യം പറയാണ്, ഇന്ന കാര്യം നീ ചെയ്യണം, ഇന്ന ദിവസം നീ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ കുട്ടിക്ക് അത് പറയുമ്പോൾ, അതായത് ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ആ കുട്ടിയോട് കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് പോവാണ്, ഫോഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ. അപ്പൊ ആ ഫോഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥമായിട്ട് ആ കുട്ടിക്ക് അവിടെ ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല മിസ്, അവിടെ അവർക്ക് പേടിയാണ് ഉണ്ടാവുക, ഭയമാണ് ഉണ്ടാവുക. ഭയമാണ് ഉണ്ടാവുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയത്തെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത് ശരിയാണോ കുട്ടിക്ക്? അല്ല. അല്ല. എങ്ങനെയാണ് അപ്പൊ ഡിസിപ്ലിൻ കുട്ടികളിൽ ഉണ്ടാവേണ്ടത്? എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആയിട്ട് അവരോട് പെരുമാറണം, അപ്പോഴാണ് ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ കാര്യം അതിന്റെ റീസൺ എന്താണ്, അങ്ങനെ ഒരു റീസൺ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്ക് അതവര് ഫാത്തിമ ഉണ്ടാവുന്ന ഒരു ഗുണം അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് എന്താന്ന് അവര് മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗുണാണ് എനിക്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുമ്പോ അവർക്ക് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആവുമ്പോ ആ ഒരു ഇതിനെയാണ് ഡിസിപ്ലിൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ അച്ഛൻ വന്ന് അടിക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞത് അനുസരിച്ച് പഠിച്ചില്ലെങ്കിൽ അച്ഛൻ വന്ന് അടിക്കുക, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ നിനക്ക് നല്ല ചീത്തയേക്കും എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ പേടിപ്പിക്കുന്നതിൽ നല്ലത് ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതുകൊണ്ട് അവന് ഉണ്ടാവുന്ന ഒരു ഗുണം, അതായിരിക്കണല്ലോ നമ്മൾ പറയേണ്ടത്. അല്ലാണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ അപ്പൊ കിട്ടുന്നതായിരിക്കും ഡിസിപ്ലിൻ. അവന് സെൽഫായിട്ട് ഉണ്ടാവുന്ന ഒരു എൻകറേജ്മെന്റും ഇതിനൊക്കെ അല്ലേ ഇപ്പൊ മോഡേൺ കൺസെപ്റ്റില് ഡിസിപ്ലിൻ എന്ന് നമ്മൾ പറഞ്ഞത്. എന്റെ ഒരു അഭിപ്രായത്തില് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്
നമുക്ക് സാധാരണ നമ്മളിൽ സ്വാഭാവികമായിട്ടും വരുന്ന ശീലങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിൽ വളർന്ന് നമ്മളറിയാതെ തന്നെ അത് നമ്മൾ എന്ത് കമാൻഡ് ആണെങ്കിലും അത് ഒബേ ചെയ്ത് നമ്മൾ അറിയാതെ തന്നെ വളർന്നു വരുന്നതാണ് ഡിസിപ്ലിൻ എന്ന്. അപ്പൊ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മുന്നിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരായിട്ട് സ്വയമേ നമ്മൾ ശീലിച്ചെടുക്കുന്ന പ്രവർത്തനമുണ്ട്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ അതെ അതെ ഫോഴ്സ് ചെയ്യും തോറും നമുക്കതിനെ മറികടക്കാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. നമ്മളിലെ ഫോഴ്സ് ചെയ്യാതെ നമ്മളിലേക്ക് തന്നെ അതൊരു ശീലമായിട്ട് മാറിക്കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഡിസിപ്ലിൻ നമുക്ക് മുൻപോട്ട് കൊണ്ടുവരും. അത് തന്നെയാണ് ടീച്ചേഴ്സ് കുട്ടികളോട് അപ്ലൈ ചെയ്യുന്നത്. അവരുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ട് അവരിലേക്ക് അവരറിയാതെ തന്നെ ഇൻജക്ട് ചെയ്തു പോകുന്ന ഒന്നാണ് ഡിസിപ്ലിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചർ. ശരിയാണ്, പറഞ്ഞു ശരിയാണ്. നേരെ സിജി സാമുവല് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബൈ പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെയാണ് കുഞ്ഞിക്കാലം തുടങ്ങി അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരിലെ ഡിസിപ്ലിൻ, ആ കുഞ്ഞിലെ ഡിസിപ്ലിൻ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഒരിടയ്ക്ക് എന്നിട്ട് നമ്മൾ ഇന്നത് ചെയ്യണം, യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇടയ്ക്ക് വന്നിട്ട് പറയാണ് ആ കുട്ടിയോട്, നീ ഇന്നത് ചെയ്യണം, നീ രാവിലെ തന്നെ 6 മണിയാകുമ്പോൾ എണീക്കണം, നീ ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം. ആ കുട്ടി അത് കേൾക്കുവോ? കേൾക്കാൻ ബുദ്ധിമുട്ടായില്ലേ? ആ കുട്ടിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരില്ലേ? കാരണം ആ കുട്ടി ശീലിച്ച ശീലങ്ങളുണ്ട്, അത് മാറ്റാനായിട്ട് ആർക്കും പറ്റില്ല. മാറ്റാൻ നമുക്ക് അത് ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പൊ കുറെ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് കഴിക്കാത്തവര്? അവർക്ക് ചെറുപ്പത്തിൽ അത് കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് പറയാണ്, ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വെജിറ്റബിൾസ് കൊടുക്കണം, ന്യൂട്രീഷ്യൻസിന്റെ കുറവുണ്ടെന്നൊക്കെ പറയാണ്. കുട്ടിക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ കൊടുക്കാൻ പോവുകയാണെങ്കിൽ കുട്ടി അത് കഴിക്കില്ല. ഇതാണ്. അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നമ്മള് ചെറുപ്പം തുടങ്ങി കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിച്ചു വന്നാല് കുട്ടിയുടെ ഭാഗമായിട്ട് അത് മാറും. ഡിസിപ്ലിനും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഫോഴ്സ് ഇരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഓരോ കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് പാടില്ല. പിന്നെ ഭയം, ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയം വേണ്ടിയെടുത്ത് ഭയം വേണ്ടിയെന്ന്. ഭയം വേണം, പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുൾ ആവാനായിട്ട് പാടില്ല. അങ്ങനെ ആയാല് പറയാലോ, നമ്മൾ പുതുതലമുറയാണ്, ധാരാളം കുഞ്ഞുങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്താണ് 3 പേരെ വെട്ടിക്കൊന്നു അല്ലെ, അല്ലെങ്കിൽ കൊലപ്പെടുത്തി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ വാർത്ത, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ചെറിയ സ്ഥലത്ത്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അപ്പൊ ആ ഒരു സ്ഥലത്താണ്. കാരണം അയാള് വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളാകാം. എന്തുകൊണ്ടാണ് യാതൊരു മോട്ടീവും ഇല്ലാതെ എന്തുകൊണ്ടാണ് അയാൾ ആ 3 പേരെയും കൊന്നത്? ഒരു വിദ്വേഷമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണ്ട. അപ്പൊ മോട്ടീവാണ്. അതായത് കുഞ്ഞുങ്ങളെ ചെറുപ്പം, അയാളുടെ ജീവിത സാഹചര്യങ്ങളും അതിനകത്ത് ആ ഒരു കൊലയില്, ആ ഒരു മർഡറില് പങ്കുവഹിക്കുന്നുണ്ട് അല്ലെ. കാരണം ചെറുപ്പം തുടങ്ങിയേ കുഞ്ഞുങ്ങൾ ശീലിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ അതിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ചെന്നിട്ട് എന്താ പറയാ, കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്ത് പറയണം, കുറെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഫാമിലിയിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ബേസ് കിട്ടുന്നത്. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളോട് എന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് നമ്മളത് പ്രയോഗിക്കണം. എന്നാൽ മാത്രമാണ് ആ ഡിസിപ്ലിൻ കുട്ടിയുടെ ഭാഗമായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടികളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഫോഴ്സ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഭാവിയിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ പേടിച്ചിട്ട് ചിലപ്പോ കുഞ്ഞ് ചെയ്തേക്കാം, പക്ഷെ ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തുണ്ടാവും, മെന്റലി ചിലപ്പോൾ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ പ്രോബ്ലംസ് കുട്ടിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. ചെറുപ്പത്തിലെ തന്നെ അത് ശീലമാക്കി വരിക. ഇനിയുള്ള ഇടയ്ക്ക് വെച്ചിട്ടാണ് കുട്ടി എനിക്കൊന്ന് ഡിസിപ്ലിൻ ആക്കണം, അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു വ്യക്തി ആക്കണം എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ ചെയ്യുക. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ് പഴഞ്ചൊല്ല് അല്ലെ. അപ്പൊ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് നോക്കുക. ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയെ അടിമുടി മാറ്റാനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കില്ല അല്ലെ. ഇപ്പൊ നമ്മൾ വലിയവരാണ് അല്ലെ, ഒരു വ്യക്തിയെ നമ്മളെ കൊണ്ട് പറയാണ്, ഒരു വ്യക്തിയെ നിങ്ങൾ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് 1-2 മാസം കൊണ്ടൊന്നും അയാളെ ഒറ്റയടിക്കൊന്നും മാറ്റിയെടുക്കാനായിട്ട് യാതൊരു ആൾക്കും സാധിക്കുന്നതല്ല. പതുക്കെയാണ് എന്ത് ചെയ്യുക, അയാളുടെ പേഴ്സണാലിറ്റി നമ്മൾ മാറ്റിയെടുക്കുക അല്ലെ.
ബോധവാനാക്കി കൊണ്ടുവരാൻ പറ്റും. സൊസൈറ്റിയിലെ നേഷനിലെ മറ്റുള്ളവരോട് ഒക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോടുള്ള റെസ്പെക്റ്റ്, മൂല്യനിർമ്മിതമായ വൃത്തി, അത് ബിഹേവിയർ, സിൻസിയറിറ്റി, ഇതെല്ലാം അവരെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇതിനെ അടിസ്ഥാനമാക്കി അവരുടെ കരിയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് അവരെ പതുക്കെ പതുക്കെ ബോധവാനാക്കി കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവരങ്ങോട്ട് മാറി ഇന്ന് പല്ല് കടിക്കും. അതെ അതെ. അതുപോലെ തന്നെ സെൽഫ് കൺട്രോള് അല്ലെ, എല്ലാവർക്കും ഉള്ള ഒന്നാണ് സെൽഫ് കൺട്രോള് ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ഏത് സാഹചര്യത്തിലായാലും അത് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു മുതൽക്കൂട്ടാണ് അല്ലെ, സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കുക. പിന്നെ കുട്ടിക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം റെസ്പോൺസിബിൾ ആയ ഹാബിറ്റുകള് വളർത്തിയെടുക്കാനായിട്ട് നോക്കുക. കുട്ടിയെ പറഞ്ഞു ധരിപ്പിക്കുക, ഇന്ന കാര്യങ്ങളാണ്, അത് റെസ്പോൺസിബിലിറ്റി ആണ് നിന്റെ, സമൂഹത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെറുപ്പത്തിലേ തന്നെ അവന്റെ എന്താ പറയാ, നമ്മൾ ഓരോ കാര്യങ്ങൾ കൂടെ കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവനോട് വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഇങ്ങനെയാണ് തിരുത്തി കൊടുക്കുക കുട്ടിയെ. ഇപ്പോൾ ഉള്ള എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് സമയമില്ല ആർക്ക്, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. സമയം കണ്ടെത്തി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ വളർന്നു വരികയാണ്, ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇത് പറയുന്നത് അവർക്കൊന്നും മനസ്സിലായി വരില്ല. ചെറുപ്പത്തിലെ തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചു നേരെങ്കിലും, എനിക്ക് തോന്നുന്നത് MT1 MT3 കുട്ടികൾക്ക് അറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ. MT1 MT3 കുട്ടികളില്ലേ ഇവിടെ? അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. മറ്റുള്ള കുട്ടികളുടെ എനിക്ക് അവരോട്ട് ക്ലാസ്സുകൾ അധികം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും ഇത് തന്നെയാണ്, സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ. ആ സ്പെൻഡിങ് ടൈമില് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരും അപ്പൊ ഇത് ചെയ്യില്ലേ? എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തുക കേട്ടോ. ഒരു ദിവസമെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ എങ്കിലും കുട്ടികളുടെ സ്പെൻഡ് ചെയ്യുക എല്ലാ ദിവസവും. അവന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക കേട്ടോ. അല്ലെങ്കിൽ അവൻ പുറത്തുള്ളവരോട് ചെന്നത് പറയും. പുറത്തുള്ളവരെ തേടി പോകുന്നത് അങ്ങനെയാണ് കുട്ടികള്. പല ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പല ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ചെന്ന് ചാടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാഞ്ഞിട്ടാണ്. അപ്പൊ ആ പ്രശ്നങ്ങള് അവൻ എന്ന് എടുത്ത് ഞാൻ പറയുന്നതാണ്, അവൻ അല്ലെങ്കിൽ അവൾ കേട്ടോ. ഇത് രണ്ടുപേരായാലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവർക്ക് പറയാനുള്ള ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഡിസിപ്ലിൻ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ടീച്ചർമാരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അല്ലെ. വടിയെടുത്തുകൊണ്ട് വന്ന പണ്ടത്തെ തിലകന്റെ പോലത്തെ റോഡ് സ്ഫടികത്തിലെ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല മാം. ഇല്ലല്ലേ? അല്ലോ. അപ്പൊ എന്താ പറയാ, ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഇപ്പോ ടീച്ചേഴ്സ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്, വടിയൊന്നും എടുക്കാറില്ല. കുട്ടികളെ ഞങ്ങൾക്ക് കൂടുതൽ ഇതാണ്. കാരണം ഞാനിപ്പോ എന്താ പറയാ, ഞാൻ ഏതൊരു ബാച്ചിൽ പറഞ്ഞതെന്ന് അറിയില്ല. മോൻ കുറച്ചു ദിവസം പഠിക്കാതൊക്കെ ഇരുന്നപ്പോ ഞാൻ അവന്റെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഏത് സമയം മൊബൈലിൽ കളിയാണ് എന്ന് പറഞ്ഞപ്പോ ടീച്ചർ എന്നോട് ഇങ്ങോട്ട് പറയാ, അവൻ നന്നായിട്ട് പഠിക്കുന്നതൊക്കെ ഉണ്ട്, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, യാതൊരു ടെൻഷനും വേണ്ടാന്ന്. അപ്പൊ ഞാൻ ടീച്ചറെ കൊണ്ട് അവനെ വഴക്ക് പറയിപ്പിക്കാനായിട്ട് വിളിച്ചതാണ്. പക്ഷെ ടീച്ചർ എന്നെ ഉപദേശിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ഇപ്പത്തെ ടീച്ചർ ആരും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ വഴക്ക് പറയോ അല്ലെങ്കിൽ അടിക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം കുട്ടികളെ കൈവിട്ടു പോകുന്നവർക്കറിയാം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ. കാരണം അവർക്ക് നേരെ കുറ്റം വരികയും ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ തന്നെ ന്യൂസ് ഇപ്പം കുട്ടികൾ എന്ത് ചെയ്താലും അവര് സൂസൈഡ് അറ്റംപ്റ്റ് അവരുടെ ഭയങ്കര കൂടുതലാ. അതെ, അതൊരു ഫാക്ടറാണ്. എന്തെങ്കിലും ഒരു കാര്യം മതി. ഒരു വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ടൂറിന് പോകാനായിട്ട് പറ്റാതെ ഫ്രണ്ട്സിന് മുമ്പിൽ നാണക്കേട് കൊണ്ട് എന്തോ സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തു എന്നോ
ടൂറിന് പോകാനായിട്ട് പൈസ ഇല്ല കുട്ടിയുടെ വീട്ടില്. അപ്പൊ അറിയാം കുട്ടിക്ക് ടൂറിന് പോകാനായിട്ട് പൈസ ഇല്ല എന്നറിയാം. പക്ഷെ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടി അച്ഛന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അത് മേടിച്ചില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പില് ആ പൈസ ഇല്ല എന്നുള്ളൊരു ആ ഒരു നാണക്കേട് കൊണ്ട് ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയെന്നായിരുന്നു വാർത്ത. ഇത്തരത്തില് ഉള്ള മെന്റലി ശരിക്കും പറഞ്ഞാല് സ്ട്രോങ് അല്ല ഇപ്പോഴത്തെ കുട്ടികള്. മെന്റലി സ്ട്രോങ് ആണ്, അവർക്ക് ധാരാളം സ്കില്ലുകൾ ഉണ്ട് അല്ലെ. പണ്ടത്തേനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട സ്കില്ലുകളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ. പക്ഷെ അവരുടെ മെന്റൽ സ്ട്രെങ്ത് നമ്മൾ കൂട്ടണം. അതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാല് സർക്കാർ കരിക്കുലത്തിൽ, അതായത് പാഠ്യപദ്ധതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം അത് വരും, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ പാഠ്യപദ്ധതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മെന്റൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും എന്നാണ് തോന്നുന്നത്. അഭിപ്രായം വരണമെന്നാ മാം. മെന്റൽ ഡെവലപ്മെന്റ് സബ്ജക്ട് വരണമെന്നാണ് എന്റെ അഭിപ്രായം. മെന്റൽ ഡെവലപ്മെന്റ്. അപ്പൊ കുറച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ ഇഷ്യൂസിനൊക്കെ കുറച്ച് മാറ്റം വരും. കുട്ടികളുടെ ആ പ്രവണതയൊക്കെ കുറിച്ച്, അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. കുറെ ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. ഇഷ്യൂ ഉണ്ടല്ലോ, വരുന്ന ഒരു സൂസൈഡിന്റെ ഇഷ്യൂ ഇല്ലേ മാം ഇപ്പൊ പറഞ്ഞില്ലേ. ഇപ്പൊ ടൂർ പോകാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്ന എന്റെ ഒരു ഇതാണ് കേട്ടോ, ഈ കുട്ടികൾക്ക് നമ്മൾ കൊച്ചിലേ നമ്മളാണെങ്കിൽ അവർക്ക് എല്ലാം മേടിച്ച് എന്ത് ചോദിച്ചാലും നമ്മുടെ മക്കളല്ലേ നോക്കുന്നത്. പക്ഷെ ആ ഒരു പ്രവണത മാറ്റി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരെ ഇല്ലാന്ന് തന്നെ 3 വയസ്സൊന്നും നോക്കണ്ട, അപ്പോഴേ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ മോനെ തന്നെ ഇപ്പൊ ഞാൻ കടയിൽ കൊണ്ടുപോകുമ്പോ അവന് 3 വയസ്സായിട്ടുള്ളൂ മാം. അപ്പൊ അവൻ പറയും മമ്മ എനിക്ക് ഈ ടോയ് ആണ്. ഞാൻ പറയും മോനെ മമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, പപ്പായ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് മോന് വേണ്ടിയല്ലേ പൈസ ഉണ്ടാക്കുന്നത്. ഇത് പറയുമ്പോ ഇയാള് മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഒന്നും മിണ്ടത്തില്ല. ഓക്കെ മമ്മ ശരി. 3 വയസ്സായിട്ടുള്ളൂ, 3 വയസ്സിപ്പോ കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ അവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, ഇല്ലെങ്കിൽ അതിനോട് അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവര് എടുത്ത പാടെ ഇങ്ങനെയാ മാം പറഞ്ഞ പോലെ, അവരെനിക്ക് പൈസ തന്നില്ല, എന്റെ കുട്ടികളെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ആയി, നേരെ പോയി അങ്ങ് സൂസൈഡ് ഒക്കെ ചെയ്യുക. ഇത് നല്ല 3 വയസ്സിലെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും മാം. മനസ്സിലാക്കുന്ന എന്റെ മോനും ഇതുപോലെ കടയിൽ കുറച്ച് മുന്നൊക്കെ കടയിൽ പോയ ഭയങ്കര വാശിയാണ്, എല്ലാം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ എല്ലാം ആവശ്യപ്പെടുമ്പോ പിന്നെയാണ് മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങി. കാശില്ല എന്നൊക്കെ പറയുമ്പോ അവനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇപ്പൊ അവന് കുറച്ചൊക്കെ മനസ്സിലായി. ആദ്യം തന്നെ എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോ അവനക്ക് എല്ലാം കിട്ടും എന്നുള്ള ചിന്ത. പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ പഠിച്ച്. അപ്പൊ പിന്നെ ആള് ഓക്കെ ആയി തുടങ്ങി. നമുക്ക് വിഷമം വരും, നമുക്ക് സങ്കടം വരും. അല്ലെ ഇപ്പൊ ഉമ്മ പറഞ്ഞാലും നമ്മൾ ചിലപ്പോ കരഞ്ഞുകൊണ്ടായിരിക്കും അവരോട്. അതൊരു പക്ഷെ അതൊരു റിയാലിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. ഇവര് വലുതാകുമ്പോ ഇവർ എന്ത് ചെയ്യും, പൈസ കൊടുത്തില്ലെങ്കിൽ എന്താണ് ഇവരുടെ ഒരു ടെൻഡൻസി വരുന്നത്, കൊല്ലുവോ ഇനി അവരോ, ദേഷ്യപ്പെടുവോ, കരയുവോ, എന്താണെന്ന് നമുക്ക് തന്നെ ഒരു വിഷമമാണ്. അതാണ് നല്ലത് ഇപ്പോ. കുഞ്ഞിലെ തൊട്ട് മെന്റലി സ്റ്റേബിൾ ആക്കുകയാണെങ്കിൽ അവർ അതുമായിട്ട് യൂസ്ഡ് ആയിക്കോളും. അതായത് വലുതായി കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആവാതെയോ സ്ട്രെസ്ഡ് ആവാതെയോ ഒക്കെ അവരത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ചെറുതായിട്ടൊക്കെ വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് തന്നെ പറയണം, ഏത് കാര്യത്തിനാണേലും. എന്നാലാണ് അവരും കുറച്ചുകൂടെ മെന്റലി അവരും ഒരിതാവുള്ളൂ. ഇപ്പൊ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നന്നായിട്ട് വഴക്ക് പറയുന്നതുകൊണ്ട് ഇപ്പൊ എവിടെയെങ്കിലും ചെന്നൊരു വഴക്കായിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയും മെന്റൽ പവർ ഇല്ല. കാരണം പേരൻസ് ഇങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഒരു റിജക്ഷൻ വരുമ്പോ തന്നെ അവര് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ പോവാണ്. പാരന്റ്സ് മാത്രമല്ലല്ലോ, ഗ്രാൻഡ് പാരന്റ്സും അങ്ങനെയാണ്. ഗ്രാൻഡ് പാരന്റ്സ് ഇവരെന്തേലും ഒക്കെ പറയുന്നുണ്ട് കേട്ട ഉടനെ ഓരോരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് പറഞ്ഞു എല്ലാവരുടെയും അങ്ങനെയാണ്. കാരണം അവര് പേരക്കുട്ടികളായി അല്ലെങ്കിൽ മക്കളായി നമുക്ക് വിഷമം ഉണ്ടാവും, അയ്യോ എന്റെ കുട്ടി ഇങ്ങനെ പറയണല്ലോ, എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമ്മള് നമ്മള് അവരെ എന്താ പറയാ, നമ്മള് ശരി ഇപ്പൊ എങ്ങനെയൊക്കെയോ സെറ്റായി, കുഴപ്പമില്ല, ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ ടൈം തന്നെ അവരുടെ അച്ചാച്ചനോ അച്ചമ്മയോ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ടാവും, ഉറപ്പാ അത്. അതാണ്, അതെങ്ങനെയാണ് എനിക്ക് തോന്നുന്നു എല്ലാ ഗ്രാൻഡ് പാരന്റ്സും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് എന്റെ മോന് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോഴും മിഠായി കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ചോക്ലേറ്റ്. അപ്പൊ ഞാൻ ക്യാഷ് കൊടുക്കില്ല മേടിക്കാനായിട്ട്. അതായത് എന്റെ അമ്മ വരുമ്പോ മിഠായി മേടിക്കാൻ പൈസ കൊടുക്കും.
അങ്ങനെ പോയി മേടിച്ച് ഇങ്ങനെ തിന്നും. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ടെസ്റ്റ് ഈ വെയിറ്റ് ആവുന്നതിന് എന്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ചെയ്ത് നോക്കിയപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മിഠായി കഴിക്കുന്നത് നിർത്താനായിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ അടുത്തിരിപ്പുണ്ട്. അമ്മനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു ഡോക്ടർ. അപ്പൊ അമ്മക്ക് ഇല്ല ഡോക്ടർ, ഞാൻ ഇനി എന്റെ കൊച്ചുമോന് മിഠായി ഒന്നും മേടിച്ചു കൊടുക്കൂല. അപ്പൊ കൊച്ചുമോന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ സ്നേഹം കൊണ്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവർക്ക് നോ പറയാനായിട്ട് അറിയില്ല. മിക്ക ഗ്രാൻഡ് പാരന്റ്സും അങ്ങനെയാണ്. അവർ ചോദിക്കുന്ന കാര്യം അങ്ങനെ തന്നെ സാധിച്ചു കൊടുക്കും. അപ്പൊ അത് ആദ്യത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, എല്ലാ സാധനങ്ങളും അവരുടെ കൺമുന്നിൽ എത്തിക്കോളും. അത് അങ്ങനെയാണ്. അതൊരു നാട്ടു നടപ്പ് എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ അതൊരു ശീലമായ പോലെയാ. അതെ, അങ്ങനെയാണത്. ഓക്കെ. അപ്പൊ 2 പോയിന്റ്സ് ആണ് കേട്ടോ. ഈ ഡിസിപ്ലിൻ സ്കൂൾ, അത് സ്കൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എങ്ങനെയാണോ നമ്മൾ ഡിസിപ്ലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സ്കൂളിലും അപ്ലൈ ചെയ്യണം എന്നാണ് ഈ ഒരു പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ആണ്. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിസിപ്ലിൻ ഇല്ലാതായാല് ദൈവത്തിനൊരു ഇത് പറയുന്നുണ്ട്, ദൈവം കൊടുത്ത ചില പവേഴ്സ് മനുഷ്യർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പല കാര്യങ്ങളും മനുഷ്യർക്ക് ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ട് അല്ലെ. അപ്പൊ അത് ചെയ്തു തീർക്കണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണെന്നാണ് ആ ഒരു ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൗണ്ടെയിൻസ് അതുപോലെ ട്രീസ്, അതായത് പർവ്വതങ്ങളും മരങ്ങളും കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല. അവിടെ സിറ്റിസൺസ് ഉണ്ട്. സിറ്റിസൺസിന്റെ ക്യാരക്ടർ കൊണ്ടാണ് ഒരു രാഷ്ട്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഓരോ വ്യക്തിയുടെയും ക്യാരക്ടർ കൊണ്ടിട്ടാണ് എന്ത് പറയാ, മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടാവാം, ധാരാളം മലകൾ ഉണ്ടാകാം. പക്ഷെ ഈ മലകളും മരങ്ങളും കൊണ്ട് മാത്രമല്ല ഒരു രാജ്യം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവം കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ചില രാജ്യങ്ങളിലെ പൗരന്മാർ, അതായത് സിറ്റിസൺസ് ഡിസിപ്ലിനോടെ പെരുമാറുമ്പോൾ അവർ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരാള്, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് അല്ലെ, നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചില ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഡെവലപ്മെന്റിന് കാരണമാകും അല്ലെ. പക്ഷെ നമ്മൾ അങ്ങനെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ നാട്ടില്? ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങള് ഫോറിൻ കൺട്രീസ് എടുത്തു നോക്കിയേ, ദുബായ് ഒക്കെ എടുത്തു നോക്കിയേ, എങ്ങനെയാണ് അവിടെ? ഒന്ന് കമ്പയർ ചെയ്തേ. അവിടെ ഡിസിപ്ലിൻ ഉണ്ട്. ഫോറിൻ കൺട്രീസിലെ സ്ട്രീറ്റ് കാണാൻ തന്നെ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡിസിപ്ലിൻ ഉണ്ടല്ലേ അവിടെ. എന്താ പറയാ, നമ്മൾ ഓരോ കാര്യങ്ങൾ അവര് നിയമങ്ങൾ വെച്ചേക്കാണ്. നമ്മൾ അത് വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ലംഘിക്കാനായിട്ട് പാടില്ല. ലംഘിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിലെ ശിക്ഷയാണ് അല്ലേ. അവിടെ കുഞ്ഞുങ്ങള് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടാണ് ആദ്യം തൊട്ട് തന്നെ ജീവിച്ചു വരുന്നത്. അവർക്ക് ആദ്യം തൊട്ട് തന്നെ അതിന്റെ ഡിസിപ്ലിൻ കിട്ടിയാണ് അവർ വളരുന്നത്. അതെ, ആ രാഷ്ട്രം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോ തന്നെ കുറെ ലോസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് അവര് അതും നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കാരണം അവര് ആ തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഇങ്ങനെയാണ്, ഇത് വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയേ അല്ലല്ലേ. അപ്പൊ ഒരു ഇവിടെ ഞാൻ ഖത്തറിലാണ് നിൽക്കുന്നത്, താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നാഷണൽ ഡേന്റെ അന്ന് ഇവിടെ ഇതുണ്ടായിരുന്നു, കുട്ടികളാരും സ്പ്രേ യൂസ് ചെയ്യരുത്, ഇങ്ങനെ വണ്ടിയോട് അധികം കളിക്കരുത്. അതിന് 150 ആൾക്കാര്, കുട്ടികളടക്കം 150 ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈ റൂള് ലംഘിച്ചതിന്റെ പേരിൽ. നമ്മുടെ നാട്ടിൽ ഒരിക്കലും അത് നടക്കില്ല. അതെ, അതാണ് വ്യത്യാസം അല്ലെ. ഞാനൊരു സ്റ്റോറി മാതൃഭൂമിയുടെ
ഓണർ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ആള് പണ്ട് USA പോയ സമയത്ത് അവിടെ പേപ്പറുകൾ എങ്ങനെയാന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, അവിടെയാണ് പേപ്പർ ഇങ്ങനെ ഒരു പൈലാക്കി വെച്ചിട്ടുണ്ടാവും. അതിന്റെ അടുത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടുന്ന് പേപ്പർ എടുക്കാം. വീടുകളിലേക്കല്ല, അവിടുന്ന് കോമൺ ഏരിയയിൽ പബ്ലിക് ഏരിയസിൽ ഇങ്ങനെ പേപ്പർ വെക്കും. അപ്പൊ ഒരു പേപ്പർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ക്യാഷ് ആ ബോക്സിൽ ഇട്ടാൽ മതി. അപ്പൊ അദ്ദേഹം അത് നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹം ഒരു ദിവസം രാവിലെ തന്നെ ഇതുപോലെ ഒരട്ടി പേപ്പറും കൊണ്ടുവച്ചു, ഒരു ബോക്സും കൊണ്ടുവച്ചു കാശയിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ പിറ്റേ ദിവസം അല്ല, അന്ന് തന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആള് ചെന്ന് നോക്കിയപ്പോ ഒരു പേപ്പറും ഇല്ല, ആ കാശിടാൻ വെച്ച കുടുക്ക പോലും അവിടെ ഇല്ല. അപ്പൊ അവരുടെയും നമ്മുടെയും ഡിസിപ്ലിൻ തമ്മിലുള്ള വ്യത്യാസമാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് അവിടുത്തെ ആ ഡിസിപ്ലിൻ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല എന്നാണ് പറയണത്. പറ്റില്ല. കാരണം നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ ആൾക്കാര്, അത് ഇപ്പോഴും അതിനെ ഫോളോ ചെയ്തു പോകുന്നുണ്ട് അല്ലേ. ചില ആളുകള് പ്രാക്ടീസ് ചെയ്തത് മറ്റുള്ളവർ കുറ്റം പറയാ, നമ്മുടെ ഒരു നേച്ചർ അല്ലേ അത്, അല്ലേ? അത് മാത്രമല്ല ടീച്ചർ, എവിടെയാണോ നോ പാർക്കിംഗ് ബോർഡ് ഉള്ളത് അവിടെ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുക, എവിടെയാണോ നോ സ്മോക്കിംഗ് എഴുതിയിരിക്കുന്നത് അവിടെ നിന്നൊരു സിഗരറ്റ് വലിച്ചിരിക്കുക. അതാണ് നമ്മുടെ പ്രത്യേകത. ക്യാമറ ഉള്ള ഭാഗത്ത് മാത്രം കുറ്റം പറച്ചില ഹ്യൂമൻ നേച്ചർ ആണ്. ഇവിടെ മാത്രല്ല, എല്ലായിടത്തും ഉള്ള പരിപാടിയല്ലേ ഇത്. അതെ. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്താ പറയാ ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ പൗരന്മാർ വിചാരിക്കണം, അല്ലെങ്കിൽ സിറ്റിസൺസ് വിചാരിക്കണം, അവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക ആ ഒരു സ്റ്റേറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ വേറൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, ഡിസിപ്ലിൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക, നല്ല ക്യാരക്ടർ ആയിരിക്കും അയാളുടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് നല്ലതായിരിക്കും, വാക്കുകൾ നല്ലതായിരിക്കും, അയാൾ പറയുന്ന വേർഡ്സുകൾ നല്ലതായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ നല്ലതായിരിക്കും. ഒരാളെ കണ്ടു കഴിഞ്ഞാല് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളിൽ ഡിസിപ്ലിൻ ഉള്ള വ്യക്തികൾ ഉണ്ടാവും. ആ വ്യക്തികളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയൊന്ന്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ഡിസിപ്ലിൻ പക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി? അയാളുടെ വേർഡ്സ് എങ്ങനെയാണ്, അയാളുടെ പ്രവൃത്തി എങ്ങനെയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളിൽ തന്നെ ആളുകൾ ഉണ്ടാവും ചിലപ്പോ ഡിസിപ്ലിൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ. അതെ, എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്. ഫുൾ ടൈം ടേബിൾ ആണ്, ലൈഫ് ഫുൾ ടൈം ടേബിൾ ആണ്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാത്തവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പുറകെ നടന്ന് നമുക്ക് പ്രത്യേകിച്ച് ടൈം ടേബിൾ ഒന്നും ഇല്ലല്ലോ, എങ്ങനെയാണോ ഒഴുക്ക് പോലെ നമ്മളങ്ങ് പോകും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, ആ കൃത്യസമയത്ത് അത് ചെയ്തിരിക്കണം. അത് സംസാരമാണെങ്കിലും എല്ലാം അളന്ന് മാത്രം, ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. നമ്മളൊരു 10 വാക്ക് പറയുമ്പോൾ അവരൊരു 2 വാക്ക് പറഞ്ഞാൽ മതിയാവും. അതുപോലെ തന്നെ റൂമാണെങ്കിലും പോകുന്നിടം ആണെങ്കിലും ബൈക്കിൽ ഇരിക്കുകയാണെങ്കിലും വണ്ടിയിൽ ഇരിക്കുക, എല്ലാത്തിനും ഒരു റൂൾസ് ഉണ്ടാവും, അല്ലെ? അവർക്കൊരു ചിട്ടയുണ്ടാവും. അത് നമ്മളൂടെ ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഈ ഡിസിപ്ലിൻ ഉള്ള ആളുകൾ ആഗ്രഹിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ. ജിഷ മാം ഭയങ്കര ഇതാണോ? രസ്ന കുമാർ ആണോ പറയുന്നത്? ജിഷ മാം ഭയങ്കര ഡിസിപ്ലിൻ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. മദർ ഓരോരുത്തരുടെ അമ്മമാരെ പറയുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ സ്ട്രോങ് ആകണമെങ്കിൽ ഡിസിപ്ലിൻ വേണം എന്നാ പറയുന്നത്. സ്ട്രോങ് ആയിട്ട്, അതായത് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റും അതിനകത്ത് വരുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ഒരാള് ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാകും. ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയായിരിക്കും ആ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒന്ന് റിലേറ്റ് ചെയ്തേ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട്. നിങ്ങൾ സ്ട്രോങ് ആണോ? മെന്റലി സ്ട്രോങ് ആണോ? എത്ര പേരിനകത്ത് മെന്റലി സ്ട്രോങ് ആണ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് കരയുന്നവരാണോ? അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്നവരാണോ? അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവരാണോ? ദേഷ്യം കൂടുതലാണ് മാം. സങ്കടം അങ്ങനെ പ്രത്യേകിച്ച് വരാറില്ല, ദേഷ്യം വരാറുണ്ട്. സങ്കടം വരും മാം, പെട്ടെന്ന് കരയും. ദേഷ്യം വരുമ്പോ ദേഷ്യം വരുന്നിട്ട് സങ്കടത്തിലേക്ക് ആയി പോവും.
ദേഷ്യം വരും. നേരെ അങ്ങനെ അങ്ങോട്ട് കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും, ഇങ്ങനെ ഡാം പൊട്ടി ഒഴുകുന്ന പോലെ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് സങ്കടം വരും. എല്ലാം പെട്ടെന്ന് ഇമോഷൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഞാൻ മാം എനിക്ക് ഒരുപാട് ഫീലിങ്സ് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്നോട് തന്നെ കുറെ നേരം ഞാൻ സംസാരിക്കാറുണ്ട്. ചിലപ്പോ വട്ടാണെന്നൊക്കെ വിചാരിക്കും, എന്നാലും ആരെങ്കിലും കണ്ടാ വിചാരിക്കും അങ്ങനെയാണെന്ന്. പക്ഷെ ഒറ്റയ്ക്ക് ഒരു റൂമിലെങ്കിലും പോയി സത്യം ഒരു യോഗ ചെയ്തെങ്കിൽ എന്നോട് തന്നെ അല്ല ഇതിന്റെ സിറ്റുവേഷൻ ആണ്, ഇത് ഞാൻ ഓൺ ചെയ്യണം. പിന്നെ പ്രെയർ, മുടങ്ങാതെയുള്ള പ്രെയർ, അതാണ് എന്റെ ഏറ്റവും വലിയ മെഡിസിൻ. മുടക്കത്തേ ഇല്ല, ഇതുവരെയും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാം ആ ഒരു പ്രെയർ, നമ്മുടെ ഹോളി ബുക്ക് റീഡ് ചെയ്യുക, അതുവഴി എനിക്ക് ഒരുപാട് പീസാണ്. കാരണം ഞാനിപ്പോ ഏറ്റവും വിഷമിക്കുന്നത് ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നതാണ്. നമ്മള് പുള്ളിക്കാരി 1 year ആയിട്ടുള്ളൂ പോയിട്ട്. നമ്മള് ബേസിക്കലി ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ 10 years കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് നമ്മള് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ മോനും വിഷമമാണ്, എനിക്കും അതെ. എന്റെ വീട്ടിൽ നിൽക്കും, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കും. പ്രെയർ ആണ് എന്റെ ഒരു സോഴ്സ്. അതുവഴി തന്നെയാണ് എനിക്ക് ഇത്രയും പീസ് കിട്ടിയതും. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കാറുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടരുത്, ക്ഷമിക്കണം, എല്ലാം ശരിയാവും. അങ്ങനെ ഒരുപാട് ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിപ്പോ. ഒരുപാടും ചിരിക്കത്തില്ല, ഒരുപാട് ചിരിച്ച പേടിയാ, അയ്യോ നാളെ എനിക്ക് സങ്കടം വരുമോ, അതുകൊണ്ട് മതി, അതും അത്രയും മതി എന്നുള്ളൊരു ഇതില് പോകുന്നുണ്ട് ഇപ്പൊ. നമ്മളോട് തന്നെ സംസാരിക്കുന്ന നല്ലൊരു വഴിയാണ്. മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും. ആരും കാണാൻ പറ്റില്ല എന്ന് മാത്രം, കണ്ടാ വിചാരിക്കും. കേൾക്കുന്നില്ലല്ലോ സഫിയ? കേക്കണില്ലേ? ഇല്ല, പറഞ്ഞത് കേട്ടില്ല. കേട്ടില്ലേ? അതന്നെ, അല്ല, കണ്ടാ ഒറ്റയ്ക്ക് വിചാരിക്കും സംസാരിക്കുമ്പോഴേ, മെന്റലാണെന്ന്. അവൾ അത്ര ഉദ്ദേശിച്ചുള്ളൂ സഫിയ. അല്ലല്ല, ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് പോയി സംസാരിക്കണം പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആണോ വിചാരിക്കുന്നത്. അതന്നെ, അത് ശരിയാണ്. അത് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്, മെന്റലാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. എന്റെ മദറിന്റെ എന്നോട് ചോദിക്കും, എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ എന്റെ അടുത്ത് തന്നെ സംസാരിച്ചതാ പറയും, അത്രേ ഉള്ളൂ. അത് വേണമല്ലോ, നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് തന്നെയാ. അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ നമ്മളെ മനസ്സിലാക്കത്തുള്ളൂ. ഇനി ആരാണേലും ശരി, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ വിഷം, നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ സ്ട്രെസ്, നമ്മളോട് തന്നെ ആദ്യം സംസാരിക്കണം. സെക്കൻഡ് ദൈവം. ഇങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോ ഫോളോ ചെയ്യുന്നത്. അതിൽ ഒരുപാട് റിലീഫ് ഞാൻ എന്റെ ഇതിലത്തുള്ള ഫ്രണ്ട്സിനോട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുള്ളത്. തമന്ന പറഞ്ഞത് ശരിയാ. നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമോ, ദേഷ്യം വരുമോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ എനിക്കൊരു ദേഷ്യം വന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി പോയി എന്നോട് തന്നെ പറഞ്ഞ് അത് റിലാക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ആയാൽ പറ്റില്ല. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാ. ദേഷ്യവും വരും, സങ്കടവും പറഞ്ഞ പോലെ എല്ലാം വരുന്ന ഒരു കൂട്ടത്തിലാ. അപ്പോൾ തമന്ന പറഞ്ഞത് ഒരു പോയിന്റാ. ആദ്യം മറ്റൊരാൾക്കും നമ്മളെത്ര വേറൊരാൾക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, എപ്പോഴും ബി സ്ട്രോങ് അല്ലേ? മാനസികമായിട്ട് ശക്തരായിട്ടിരിക്കുക, അപ്പോഴേ നമുക്ക് പ്രോബ്ലംസിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് ഹെഡ് മാസ്റ്ററെ കുറിച്ചിട്ടാണ് കേട്ടോ. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഞാൻ ആ പോയിന്റുകൾ പറയാം, അല്ലെങ്കിൽ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ, പിന്നെ റീഡ് ചെയ്താൽ മതി. ഓക്കെ ആണോ? പിന്നെ റീഡ് ചെയ്തേ ഉള്ളൂല്ലേ? ഓക്കെ മാം, അങ്ങനെ മതി. ഓക്കെ. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്കൂളിൽ സൂപ്പർവിഷൻ ആയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലെ? സൂപ്പർവൈസർ ആയിട്ട് അവരുടെ ഒരു റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഹെഡ് മാസ്റ്റർ ഒരു സ്കൂളിന്റെ സക്സസിന് ഹെഡ് മാസ്റ്റർക്ക് വലിയൊരു പങ്കുണ്ട്. ആ സ്കൂളിന്റെ വിജയത്തിന്, ഏതൊരു സ്കൂളായാലും അതിന്റെ വിജയത്തിൽ ഒരു ഏറിയ പങ്കും അവിടുത്തെ ഹെഡ് മാസ്റ്റർക്കാണ് ഉണ്ടാവുക. ഒരു സ്കൂളിന്റെ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും എഫക്റ്റീവായിട്ട് സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഹെഡ് മാസ്റ്ററിന്റെ വ്യക്തിത്വം, അതായത് അവരുടെ പേഴ്സണാലിറ്റിയെയും അതുപോലെ തന്നെ അവരുടെ ഫിലോസഫിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു സ്കൂളിന്റെ വിജയത്തിനായാലും ആ സ്കൂളിന്റെ ഡിസിപ്ലിൻ ആയാലും എന്തിൽ പങ്കുണ്ട്? ഈ ഹെഡ് മാസ്റ്ററുടെ പേഴ്സണാലിറ്റിക്കും ഫിലോസഫിക്കും അതിനകത്ത് പങ്കുണ്ടാകും.
അവരുടെ ഒരു ഓവറോൾ കാഴ്ചപ്പാടുകളാണ് ആ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നയിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് MT1, MT3, MT4 കുട്ടികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞതാണ്. സ്കൂൾ മാനേജ്മെന്റ് ഹെഡ് മാസ്റ്ററെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് ഇത് എടുത്തോന്ന് എനിക്കറിയില്ല. അതിനകത്ത് സിമ്പിൾ ആയിട്ട് ഹെഡ് മാസ്റ്ററെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർവൈസറെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, ഞാൻ പറഞ്ഞു എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എടുക്കും കേട്ടോ. നിങ്ങൾക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഫിലോസഫി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സ്കൂളിന്റെ വിജയം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും ഡിസിപ്ലിൻ പാലിക്കുന്നതിലും ഹെഡ് മാസ്റ്ററിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം. അതായത് അവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് അവിടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഡിസിപ്ലിൻ അവർ പാലിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം എന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടാതെ ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്നുണ്ടോ എന്ന് ഹെഡ് മാസ്റ്റർ ഉറപ്പുവരുത്തണം. അപ്പൊ ഇവര് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. ഒരു സ്കൂളിന്റെ സക്സസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ഇവര് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും എന്ത് ചെയ്യണം, ഈ ഹെഡ് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിയർ ആണോ ഹെഡ് മാസ്റ്റർ? ഓക്കെ ആണോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാവോ? ഓക്കെ, അതായത് ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഉചിതമായിട്ട്, അതായത് സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ്? ഹെഡ് മാസ്റ്ററുടെ മേൽനോട്ടത്തിലല്ലേ. അപ്പോ അത് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയും ഇതിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ ആയോ സമന്ന? ക്ലിയർ. ഓക്കെ, അടുത്തത് ടീച്ചറാണ് കേട്ടോ. ടീച്ചർ എന്ന് പറഞ്ഞാല് ഡിസിപ്ലിനിലും അതുപോലെ ക്യാരക്ടർ ഫോർമേഷനിലും ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ ഡിസിപ്ലിനിലായാലും അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലായാലും ആര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്? ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ കാലത്തിലോട്ട് ഒന്ന് പോയി, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലോട്ട് ഒന്ന് പോയി, നമുക്ക് പല പല റോൾ മോഡൽസ് ആയിട്ടുള്ള ടീച്ചറെ കാണാനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനില് ആര് പങ്കുവഹിച്ചിട്ടുണ്ട്? അവിടെയുള്ള ടീച്ചർ പങ്കുവഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ടീച്ചേഴ്സ് ധാരാളം പങ്കുവഹിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നോ? നിങ്ങളോടല്ല, അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അതായത് നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, ചെറുപ്പകാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു സബ്ജക്ട് ഇഷ്ടമല്ലെങ്കിൽ ആ ടീച്ചറെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ആ സബ്ജക്ട് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെയുള്ളവരുണ്ട് കൂട്ടത്തില്? ആരുമില്ല? ഉണ്ട് മാം, ഉണ്ട്. മാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കണക്ക്. മാത്സ് പേടിയാണ്, മാത്സ് ഭയങ്കര പേടിയാണ്. പേടിയുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അവരൊരു മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ മാത്സ് എന്ന സബ്ജക്ട് ആ കുട്ടിക്ക് കണ്ടുകൂടാത്തത്. അങ്ങനെയും വരിക കേട്ടോ. എനിക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ. ഇല്ല, ഞങ്ങളുടെ സ്കൂളിലുണ്ട് ലിസി എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല, ക്ലാസ് പോലും ഇരിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ മാത്സ് ഒട്ടും മാർക്ക് ഉണ്ടാവാറുന്ന സമയത്ത് ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഒക്കെ പോയിട്ട് വേറെ മാമിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സ്ട്രിക്റ്റും, നമുക്ക് പറഞ്ഞു തന്നാ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആള് നന്നായിട്ട് പറയുന്നുണ്ടെന്നാണ് ആളുടെ ഒരു രീതി. പക്ഷെ നമുക്കതൊന്നും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ലാസ്റ്റ് ആളെ തന്നെ റീപ്ലേസ് ചെയ്തു. അതായത് ഇതുള്ള ടീച്ചറാണ്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, എനിക്ക് മാത്സ് ഇഷ്ടമല്ല. കാരണം എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മാത്സ് ഇഷ്ടമല്ല. അങ്ങനെയാണ് അത് നമ്മള് ബേസ്, അതായത് ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മള് LP UP ആ കാലഘട്ടത്തിലാണ് നമുക്ക് ബേസ് സ്ട്രോങ് ആവുന്നത്. അല്ലെ, ഏതൊരു സബ്ജക്റ്റിന്റെയും ബേസ് നമുക്ക് സ്ട്രോങ് ആവുന്നത് LP UP കാലഘട്ടത്തിലാണ്. അപ്പൊ ആ ഒരു പീരീഡിൽ നമ്മൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് ടീച്ചറെയാണോ നമുക്ക് കണ്ടുകൂടാത്തത്, ആ സബ്ജക്റ്റിനോട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കുള്ളൂ. അത് ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ
അതുപോലെ തന്നെ നമ്മൾക്ക് പല പല ടീച്ചേഴ്സിന്, നമുക്കിപ്പോ ഞാൻ പറഞ്ഞത് ഇഷ്ടമല്ലാത്ത ടീച്ചറെ കുറിച്ചിട്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറും ഉണ്ടാവും ആ കൂട്ടത്തില്, ഇല്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടീച്ചർമാരുണ്ടാവും. അവരുടെ ഡ്രസ്സിങ് നമുക്ക് ഇഷ്ടമായിരിക്കുള്ളൂ, അവർ പഠിപ്പിക്കുന്ന രീതി, ടീച്ചിങ് സ്റ്റൈൽ ഇഷ്ടമായിരിക്കുള്ളൂ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായിരിക്കുള്ളൂ, അവരുടെ മൊത്തം ബിഹേവിയർ, അവരുടെ സ്മൈല്, അവരുടെ സംസാരം, ഇതൊക്കെ ഇഷ്ടമുള്ള. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ആ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. അതെന്നും അതെ, നമ്മളിപ്പോ ഏതൊരു സ്കൂളിൽ പഠിച്ചാലും ഏതൊരു കോളേജിൽ പഠിച്ചാലും ഇപ്പൊ പഠിക്കുന്ന ഏതൊരു സ്ഥാപനത്തിലായാലും അവിടെയുള്ള ടീച്ചറെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ടീച്ചറെ ശ്രദ്ധിക്കും. അല്ലെ, ഓവറോൾ നിങ്ങൾ ആ ടീച്ചറെ ശ്രദ്ധിക്കുന്നുണ്ടാകും, ആ ടീച്ചറിന്റെ സംസാരം. ഞാൻ പഠിച്ചത് 5th വരെ പഠിച്ചത് ഒരു മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു. അവിടെ എന്ന് വെച്ചാല് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ ഭയങ്കര ടോപ്പിൽ കൊണ്ടുപോവാ, പഠിക്കാത്ത കുട്ടികളെ നീയൊക്കെ അറബിയുടെ കഴുകി കൊടുക്കാൻ പൊക്കൂടെന്ന് വരെ സാറുമാര് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാത്ത എല്ലാ കുട്ടികളോടും. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കൊണ്ടുവരുന്ന ഒരു സ്കൂളായിരുന്നു അത്. ഞാൻ 5th വരെ എനിക്ക് ഒട്ടും സ്കൂളിൽ പോണ ഇഷ്ടമല്ല, ഒട്ടും പഠിക്കില്ലായിരുന്നു, ഒന്നും അറിയില്ല, അങ്ങനെ ഒരു ഇതിലിരുന്ന ടൈമായിരുന്നു. പിന്നെ 6th വന്നിട്ടാണ് ഞാന് 6th 7th ആ സ്കൂളിൽ ഇപ്പോഴും അവിടുത്തെ ആരോട് ചോദിച്ചാലും എന്നെ ചോദിച്ചാൽ അറിയും അവിടുത്തെ ടീച്ചേഴ്സിനെ. കാരണം അത്രക്ക് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് ഞാൻ ഒരുപാട് ആക്റ്റീവ് ആയി പോയി ആ ഒരു 6th മുതലുള്ള കാലഘട്ടം. അതുപോലെ തന്നെ +1ഉം +2 ഞങ്ങള് മുസ്ലിം സ്കൂളിൽ പഠിച്ച ഒരു 90% കുട്ടികളും ഒരുമിച്ച് ഗവൺമെന്റ് സ്കൂളിലേക്ക് ആദ്യമായിട്ട് ചെല്ലുകയാണ് +1ലേക്ക്. എല്ലാരും ഉണ്ടായിരുന്നു ആ ക്ലാസ്സില്, ഞങ്ങളെ സ്കൂളിൽ പഠിച്ചേ. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നമ്മളൊരു ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു അവസ്ഥ അറിയാലോ, വന്ന അലമ്പായിരുന്നു ക്ലാസ്. +1 വന്ന ടീച്ചേഴ്സ് മൊത്തം കരഞ്ഞിട്ടേ ക്ലാസ്സിൽ നിന്ന് പോവുള്ളൂ. കാരണം ബോയ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങളെ ക്ലാസ് സാറിനും ഞങ്ങൾ നന്നാവണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല, സാറ് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ എന്നുള്ള ഒരു മട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങക്ക് +2 ഒരു സാറ് വന്നു. സാറ് റിട്ടയർ ആയി പോവുകയും ചെയ്തിട്ടോ ആ ഒരു വർഷത്തിന്. സാറ് ഞങ്ങളെ ചോദിച്ചു മേടിച്ചതാണ്, അതായത് എനിക്ക് C2, അതായത് കൊമേഴ്സ് ആയിരുന്നു, C2 ക്ലാസ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ച് ആ ഒരു വർഷം കൊണ്ട് ആ സ്കൂളിലെ ഏറ്റവും നല്ല ഡിസിപ്ലിൻ ഉള്ള ക്ലാസ് ആക്കി മാറ്റി ഞങ്ങളെ. അത് ഞങ്ങളോട് മാത്സിന്റെ ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ വരുന്നേ, നിങ്ങൾ എന്തിനാ പഠിക്കണേന്ന് വരെ ചോദിച്ചിരിക്കണേ. എനിക്ക് ഇഷ്ടമല്ല ഈ ക്ലാസ്സിൽ കയറണേന്ന് പറഞ്ഞ മിസ് ഞങ്ങൾ +2 ആയപ്പോ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് മാറി, എനിക്കിപ്പോ ഈ ക്ലാസ്സിൽ വരുന്ന ഇഷ്ടമാണ്, ഭയങ്കര പോസിറ്റീവാണ് ഈ ക്ലാസ്സിൽ വന്നാലെന്ന് ഞങ്ങളോട് തിരുത്തി പറഞ്ഞു. അതായത് ആ സാറിന് കാരണം, ആ ഒരൊറ്റ സാറ് കാരണം ഒരാള് വിചാരിച്ചാലും 60 കുട്ടികളെ നേരാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു സാറ്. എനിക്ക് പറഞ്ഞപ്പോഴാണ് മാണിക്യക്കല്ല് എന്ന് പറഞ്ഞ സിനിമയുണ്ട് പൃഥ്വിരാജിന്റെ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ സിനിമയുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ആ ഒരു മൊത്തം കുട്ടികളെ SSLC പാസ്സാക്കാനായിട്ട്, അതും മികച്ച ക്ലാസ്സോടെ SSLC പാസ്സാക്കാനായിട്ട്, അതൊരു കഥയാണെങ്കിൽ കൂടി എന്താ പറയാ, നമുക്കത് കണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു സിനിമയാണ്, നല്ലൊരു അധ്യാപകരുടെ. അപ്പൊ അങ്ങനത്തേക്കുള്ള അധ്യാപകര് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കുട്ടികൾ കൂടുതൽ ഡെവലപ്മെന്റിലോട്ട് പോകും. എല്ലാ അധ്യാപകരും അങ്ങനെ ആയിരിക്കട്ടെ, പക്ഷെ എല്ലാവരും നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷെ അധ്യാപകരെന്ന് പറയുന്നത് അങ്ങനെ സിനിമ ഞാൻ പണ്ട് കണ്ടിരുന്നു, പക്ഷെ അത് ഈ ഇടയ്ക്ക് TV-യിൽ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിനകത്ത് പൃഥ്വിരാജ് പറയുന്നുണ്ട് ടീച്ചറിന് പകരം ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പണ്ടേ ഇത് ഉണ്ടായിരുന്നോ ഈ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ സെയിം മൂവിയില്. പുള്ളി ചിലപ്പോ അത് എടുത്തിട്ടായിരിക്കാം, അറിയില്ല. പുള്ളി ഭയങ്കര നോളജ് ഉള്ള ആളല്ലേ, ചിലപ്പോ പുള്ളി തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാണോ ആ സിനിമയുടെ ഡയറക്ടറിനോട് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമെന്ന്. ഉണ്ടായിരുന്നത് മുമ്പേ തന്നെ ഉള്ള ഒരു വേർഡാണ്. അപ്പൊ അതിനകത്ത് അത് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ടീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഒരുവിധ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള എന്താ പറയാ നമ്മളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ധാരാളം ടീച്ചേഴ്സ് ഉണ്ടാവാം, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ ലൈഫിലെ ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അത്രയും നാൾ വരെ നിങ്ങൾ വേറൊരു വ്യക്തിയായിരുന്നിരിക്കാം, ഈ ഒരൊറ്റ ആളുടെ ഇൻസ്പിറേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ടോക്ക് കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മാറി മറിയാം. ഓക്കെ,
ശരിയാണ്, ടീച്ചർ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്റെ ലൈഫിൽ തുടക്കം മുതൽ ഇതുവരെയും അച്ഛനും അമ്മയെക്കാളും എനിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് തന്നെയായിരുന്നു. 1-ാം ക്ലാസ് മുതൽ ഇതുവരെയും എല്ലാ അധ്യാപകരെയും ഓരോ കാലഘട്ടത്തിൽ ഇപ്പം പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരും നമ്മളെ കൂടുതലായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും അവർ പണിക്ക് പോകുന്നവരാണ്. അപ്പം സാധാരണക്കാരാണ്, നാട്ടിൻപുറത്താണ്, പാലക്കാടാണ് എൻ്റെ നാട്. അപ്പം അവര് എപ്പോഴും പണിയും കാര്യങ്ങളുമായിട്ട് ചിന്തയും അതിന്റെ ഒരു വെപ്രാളത്തിലായിരുന്നു. നമ്മളെ സത്യം പറഞ്ഞാൽ നോക്കുന്ന ഒരുപക്ഷെ തലപോലും 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കോതിയിട്ടുണ്ടായില്ല. അതൊക്കെ ടീച്ചറാണ് കണ്ണിൽ പെടുന്ന മുടികൾ വരെ വെട്ടിത്തന്ന് അങ്ങനെ ഒരുപാട് പേര്. പിന്നെ +2 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചത്. +2 എൻ്റെ മലയാളം അധ്യാപികയാണ്. ആ ടീച്ചറാണ് എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ മാനേജ്മെന്റിനോട് പറഞ്ഞ് ഒരുപാട് പേര് അതിന് എതിർത്തുവെങ്കിലും ഒടുവിൽ എൻ്റെ കവിതകളെല്ലാം ഉൾപ്പെടുത്തി ഒരു 6 കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൽബം സോങ് സ്കൂളിന്റെ പേരിൽ തന്നെ ഉണ്ടാക്കി. അതും ആ ഒരു ഒരൊറ്റ ടീച്ചറുടെ ഇതിലാണ്. ടീച്ചർ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഭാവിയുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ അതിൽ നിന്നെല്ലാം വിട്ടു നിന്നു. കോളേജിലെത്തിയപ്പോൾ ടെക്സ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്തും മാക്രോ എക്കണോമിക്സും അതിന്റെയൊക്കെ ഭയങ്കര വിലയാണ്, കോസ്റ്റ്ലി ആണല്ലോ ടെക്സ്റ്റുകൾ. അപ്പം അതൊന്നും മേടിക്കാൻ പൈസ ഇല്ലാതിരുന്ന സമയത്ത് എക്സാമിന്റെ അറ്റമാകുമ്പോഴൊക്കെയാണ് ഓരോരുത്തരെയും ടെക്സ്റ്റ് മേടിച്ച് വായിക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ടീച്ചർ ഇങ്ങനെ, ജിഷയ്ക്ക് ടെക്സ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ടീച്ചറുടെ കയ്യിൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റ് എനിക്ക് തന്നിട്ട് കുട്ടികളൊന്നും അറിയാതെ രഹസ്യമായിട്ട് സ്റ്റാഫ് റൂമിൽ തന്നെ കൊണ്ട് വെച്ചിരുന്നാൽ മതി, എപ്പോഴാണ് വേണ്ട അപ്പെടുത്ത് വായിച്ചിട്ട് തിരിച്ചു കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം അച്ഛനമ്മയെക്കാൾ ഏറെ എന്നെ സ്വാധീനിച്ചത് അധ്യാപകർ. ഇപ്പോഴും ടീച്ചർ ഓരോ ടീച്ചേഴ്സും ഓരോ കാര്യങ്ങൾ ഞാനിപ്പം ആങ്കർ ചെയ്യുമ്പോഴും ഒക്കെ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നതും എൻ്റെ ലൈഫ് ഇതാണ് എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ടീച്ചേഴ്സ് ഇപ്പോഴും എൻ്റെ കൂടെയാണ്. അപ്പൊ ടീച്ചർ അത് പറയുമ്പോൾ ഞാനിപ്പോൾ അത് പറയാതിരുന്നത് വലിയൊരു തെറ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നെ 1-ാം ക്ലാസ് തൊട്ട് MA വരെ ഞാൻ പഠിച്ചതിലും അതുപോലെ തന്നെ എൻ്റെ മക്കളെ 2 പേരെ പഠിപ്പിച്ചതിലും എനിക്ക് ടീച്ചേഴ്സിനെ പറ്റിയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും നല്ല അഭിപ്രായം. അല്ലാതെ ബാഡ് മാർക്ക് എന്ന് പറയാൻ എനിക്ക് യാതൊന്നുമില്ല. അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, കൺസിസ്റ്റൻസി എല്ലാം ടോപ്പ് പ്രയോറിറ്റി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഒരു റിമാർക്കും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പേരൻസിനേക്കാളും അവരെ പറ്റി പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടീച്ചേഴ്സ് ഡിറ്റർമിൻഡ് ക്വാളിറ്റി അറ്റ് ദ സ്കൂള്. ഇന്റലക്ച്വലി ആയാലും മോറലി ആയാലും ഭയങ്കര സുപ്പീരിയർ ബാൻഡ് ഓഫ് ടീച്ചേഴ്സ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവരെ പറ്റി. ഓരോന്നോരോന്ന് ഈ കുട്ടി പറയുന്ന പോലെ എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് പോരാ പറയാൻ പറ്റി. അത്രയ്ക്ക് നല്ലതായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റും, എല്ലാരെയും പറ്റി. നമുക്ക് എല്ലാവരെയും കുറിച്ച് പറയാം കേട്ടോ. ഒരു ദിവസം നമുക്ക്, നിങ്ങൾക്ക് 5 മിനിറ്റ് കൂടുതൽ ഇരിക്കാത്തത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണോ കറക്റ്റ് 9 മണിയാകുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ 9 മണിക്ക് വീട്ടിലല്ല, ജിഷാമ വീട്ടിലിരുന്നാണ്. എന്റെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എത്ര മണി വരെ ഉണ്ട് നമ്മുടെ ഓഫീസ്? ഇവിടെ എത്ര മണി വരെ ഉണ്ട് സ്മാർട്ട് ശ്രീ? 4:30 വരെ ഉള്ളൂ. പക്ഷെ നൈറ്റ് ക്ലാസ് ഞാൻ 1 and 3 പിന്നെ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് 8 മുതൽ 9 മണി വരെ. മാം, പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, പറഞ്ഞാലോ. അതാണ് ചിലർ വിചാരിക്കുന്നത് 5 മിനിറ്റ് മിസ് കൂടുതൽ എടുക്കുന്നില്ലല്ലോ. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, 2 വീലർ എനിക്ക് ഓടിക്കാൻ അറിയില്ല. വീട്ടില് 2 വണ്ടി ഉണ്ട്, പക്ഷെ ഓടിക്കാൻ അറിയില്ല. പേടിയാണ്. ചെറുപ്പം മുതലേ ആ ഒരു പേടി മനസ്സിലുള്ളതുകൊണ്ട് ഹസ്ബൻഡ് വന്ന് നിൽക്കും. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളെ പഠിപ്പിച്ച നല്ല ടീച്ചേഴ്സിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തുനിന്ന് കിടന്നുറങ്ങാൻ ശാന്തമായിട്ട് കേട്ടോ. എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ് കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മാം. താങ്ക് യു മാം.